സി ഫുഡ്സിലോട്ട് ഏവർക്കും സ്വാഗതം. നമുക്കിന്നൊരു തേങ്ങാ മിഠായി ഉണ്ടാക്കാം. നല്ല അടിപൊളി തേങ്ങാ മിഠായി, അല്ലെങ്കിൽ ശർക്കര മിഠായി, അതും അല്ലെങ്കിൽ കമർക്കട്ട്, അങ്ങനെ പല പേരിലും ഇതറിയപ്പെടുന്നുണ്ട് കേട്ടോ പലയിടത്തും. പക്ഷേ എനിക്കറിയാവുന്നത് നമ്മളെവിടെയൊക്കെ ശർക്കര മിഠായി എന്നും തേങ്ങാ മിഠായി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിന് വളരെ ഈസി ആയിട്ടും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. അതിന് വേണ്ടത് ആദ്യം നമുക്കൊരു അരമുറി തേങ്ങ, അത് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു അരമുറി തേങ്ങ മതി. പിന്നെ വേണ്ടത് കുറച്ച് ശർക്കര പാനി. അത് മധുരം നമുക്ക് ആവശ്യത്തിന്, അവരവരുടെ ആവശ്യം അനുസരിച്ചുള്ള മധുരം. ഞാൻ ശർക്കര പാനി കാച്ചി വെക്കാറുണ്ട്. അത് നേരത്തെയും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സ്ഥിരം പാനി കാച്ചി ഫ്രിഡ്ജിലങ്ങ് വെച്ചേക്കും, അരിച്ച് അതിൻ്റെ അഴുക്കും പൊടിയൊക്കെ കളഞ്ഞിട്ട് വെച്ചേക്കും. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ ഇതുണ്ടാക്കുമ്പോൾ നമുക്ക് ശർക്കര പാനി ഒന്ന് ചൂടാക്കിയൊക്കെ എടുക്കണം. കാണിച്ചു തരാം വീഡിയോ. നിങ്ങൾ ഫുള്ളും കാണണം, വീഡിയോ അവസാനം വരെയും കാണണം. എന്നാൽ മാത്രമേ ഇതിൻ്റെ ലാസ്റ്റൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഇനി നമുക്ക് കുറച്ച് ഏലക്കപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഏലക്ക, ഇത്രയും മതി. നമ്മുടെ ഒരു സൂപ്പർ ഒരു കിടില മിഠായി റെഡിയാവും. അതിന് ആദ്യം വേണ്ടത് നമുക്ക് ഈ തേങ്ങയിലൊന്ന് കുറച്ച് നെയ്യിലൊന്ന് മൂപ്പിച്ചെടുക്കണം. കുറച്ചെന്ന് പറയുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ നെയ്യ് മതി കേട്ടോ. നെയ്യും വേണമെന്നൊന്നും ഇല്ല, അത് നിങ്ങൾക്ക് ആ സ്റ്റെപ്പ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. നെയ്യ് ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം ചേർക്കുന്നതേ ഉള്ളൂ. നെയ്യില്ലാണ്ട് തേങ്ങ വെറുതെ ഒന്ന് മൂപ്പിച്ചെടുത്താലും മതി കേട്ടോ. മൂപ്പിച്ചെന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ അങ്ങ് ബ്രൗൺ കളർ ആകുന്നത് വരെ മൂപ്പിക്കൊന്നും വേണ്ട. തേങ്ങയുടെ ആ പച്ചപ്പൊന്ന് മാറി, അതിൻ്റെ വെള്ള ഈർപ്പമൊന്നും മാറി നല്ല ഡ്രൈ ആയി കിട്ടണം, അത്രേ വേണ്ടൂ. അല്ലാതെ ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്നും മൂപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിന് മൂപ്പിക്കാണ്ട് വേണമെങ്കിലും ചെയ്യാം. ചിലയിടത്തൊക്കെ മൂപ്പിക്കാണ്ടാണ് ഈ മിഠായി ചെയ്യുന്നത്. ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് ശകലം നെയ്യും കൂടി ചേർത്ത് മൂപ്പിക്കണമെങ്കിൽ പ്രത്യേക ടേസ്റ്റും കൂടി വരും, അതിനാണ് മൂപ്പിക്കുന്നത്. ഇനി നമുക്കിത് മൂത്ത് കഴിയുമ്പോൾ ചെയ്യേണ്ടത് ഒന്ന് ആ ഡ്രൈ ആയി വന്ന് അതിൻ്റെ വെള്ളം അല്ലാതാണ്ട് ഇപ്പോൾ അതിൻ്റെ തോർന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറി ഡ്രൈ ആയി വരുന്ന സമയത്ത്, നല്ല ഡ്രൈ ആയി വന്നു കഴിയുമ്പോൾ ഇതിനൊന്ന് മാറ്റി തണുക്കാൻ വയ്ക്കണം. തണുത്ത് നമുക്ക് അത് കഴിഞ്ഞൊന്ന് പൊടിച്ചെടുക്കണം. അത് തണുത്ത് മിക്സിയിലൊന്ന് പൊടിച്ചിട്ട് വരാം. ആ സമയം നമുക്ക് നമ്മുടെ ചാനൽസ് ഒന്ന് നോക്കാം. ഇതാണ് എൻ്റെ ചാനൽ സംഗീ സി ഫുഡ്സ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ക്ലിക്ക് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ വരും. ആ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണം. അപ്പോഴേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ. ഇനി നിങ്ങളെല്ലാവരും ഇത് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇനി നമുക്കടുത്ത് നമ്മുടെ ശർക്കര പാനി നല്ലതുപോലെ ഒന്ന് ചൂടാക്കണം. ശർക്കര പാനി ചൂടാക്കുക മാത്രമല്ല, ഇനി ഈ ശർക്കര പാനിയിലാണ് നമുക്ക് അടുത്ത ജോലികളെല്ലാം ചെയ്യേണ്ടത്. നല്ലപോലെ തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ തേങ്ങ ഒന്ന് ജാറിൽ പൊടിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. അത് ഈ ശർക്കര പാനിയിലോട്ട് മിക്സ് ചെയ്യണം. അടുത്ത് മിക്സ് ചെയ്തിട്ട് ഇനി ഈ തേങ്ങയും ശർക്കര പാനിയും കൂടി നല്ലതുപോലെ മിക്സ് ആവണം. ശർക്കര പാനിയുടെ അളവ് ഞാൻ പറയാത്തതെന്ന് വെച്ചാൽ, ഞാൻ ഇന്നിവിടെ എടുത്തത് 1 കപ്പ് ശർക്കര പാനിയാണ് കേട്ടോ. അത് ഞാൻ പറയാത്തതെന്ന് വെച്ചാൽ, മധുരം പലർക്കും പല രീതിക്കാണല്ലോ, അവരവരുടെ ആവശ്യം അനുസരിച്ച് ഇടാം. ഞാനൊരു അരമുറി തേങ്ങയ്ക്ക് 1 കപ്പ് ശർക്കര പാനി എടുത്തിട്ടുള്ളൂ. അത് തന്നെ നല്ല മധുരമാണ്, ആവശ്യത്തിനൊന്നല്ല, നല്ല മധുരമുണ്ട്. അതിൽ കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടി ശർക്കര പാനി എടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് വേണ്ടത്, ഇത് നല്ലതുപോലെ ഈ ശർക്കര പാനി കിടന്ന് ഇത് മൂത്ത്, ഇത് നമ്മുടെ ഈ തവയിലൊന്നും പറ്റിപ്പിടിക്കാത്ത രീതിയിൽ ഇളകി വരണം. നല്ലതുപോലെ ഒട്ടിപ്പിടിക്കാതെ അങ്ങനെ ഇളകണം. ആ രീതിക്ക് നമ്മൾ വരട്ടിയെടുക്കണം. അപ്പോൾ അതുപോലെ തന്നെ ശർക്കര ഇതിനകത്ത് കരിയാനും പാടില്ല. നമ്മൾ തീ വളരെ കുറച്ച് സിമ്മിലിട്ടിട്ട് വേണം ഇത് നമ്മൾ വരട്ടിയെടുക്കാൻ. കൈ ഇളക്കാണ്ട് വരട്ടണം കേട്ടോ. ഇതുപോലെ ശർക്കര പാനി കരിയാനും പാടില്ല. അതുകൊണ്ട് തീ ഒരിക്കലും കൂട്ടരുത്. ഫ്ലെയിം കുറച്ച് വെച്ച് നല്ലതുപോലെ വരട്ടി ഇതുപോലെ എടുക്കണം. ഇനി ഇത് നമുക്ക് തീരെ വരട്ടേണ്ട ഈ ഒരു പരുവം മതി. ഇനി നമുക്കിത് ബോൾസാക്കി എടുക്കാം. ഇത് തണുക്കാൻ കുറച്ചൊന്ന് തണുക്കാൻ മാറ്റിയിരിക്കണം, തീരെ തണുക്കണ്ട. അപ്പോഴത്തേക്ക് ശർക്കര പാനിയല്ലേ മുറുകിപ്പോകും, ഭയങ്കരമായി കട്ടുപിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പരുവം മതി. ഇനി നമുക്ക് ബോളാക്കി എടുക്കാം. ഇതിന് ഒരു 5 മിനിറ്റത്തേക്കൊന്ന് മാറ്റി വയ്ക്കണം, എന്നാലേ കൈ വെച്ച് പിടിച്ച് ബോളാക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇപ്പോൾ ബോളാക്കി കാണിച്ചു തരാം.
അതിന് മുന്നേ ഒരു ശകലം ഏലക്കപ്പൊടി ഇടണം. ഈ ലാസ്റ്റ് നമ്മൾ വരണ്ട് വരുന്ന സമയമാകുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ഇത്രയും കൂടി ഇട്ടതേ കറക്റ്റ് പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. മാറ്റി തണുക്കാനൊന്ന് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മതി കേട്ടോ. നമ്മൾ കൈ വെച്ചാണ് ബോൾ ഉരുട്ടുന്നത്. അപ്പോൾ കയ്യിൽ കുറച്ച് നെയ്യൊന്ന് പുരട്ടിയതിന് ശേഷം കയ്യിൽ വെച്ച് നല്ലതുപോലെ ബോൾസ് ആക്കി എടുക്കാം. കണ്ടോ അയ്യോ എന്താ ടേസ്റ്റാണെന്നറിയോ, യമ്മിയാണ്, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത് ഉരുട്ടിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ ഞാനൊരു 3-4 ബോൾസൊക്കെ കഴിച്ചു കേട്ടോ. അത്ര ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. വളരെ സിമ്പിളല്ലേ. നോക്കി നിങ്ങൾ കണ്ടില്ലേ, ഒന്നുമില്ല, നമ്മളെ വീട്ടിലുള്ള 3 ഐറ്റം മാത്രമല്ല. എല്ലാവരുടെ വീട്ടിലും എന്തായാലും തേങ്ങയും കാണും, ശർക്കരയും കാണും, കുറച്ച് ഏലക്കയും കാണും. ഏലക്ക ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഈ 2 ഐറ്റം മാത്രം മതി കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. എന്ത് ടേസ്റ്റാണെന്നൊരു എല്ലാവരും ചെയ്യണം, കമൻസ് ഇടണം. ചെയ്തിട്ട് അടിപൊളിയാണ്. ഒരു 80s 90s ഉള്ളവർക്കൊക്കെ അവരുടെ കുട്ടിക്കാലത്ത് കഴിച്ച തേങ്ങാമിഠായിയുടെ ഓർമ്മയൊക്കെ വരും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുക, എല്ലാവരും ടേസ്റ്റ് ചെയ്യണം. എനിക്ക് കമൻസ് ഇടണം, വീഡിയോസ്, അതുപോലെ വേറെ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് ഉണ്ടെങ്കിൽ അതും പറയണം. അപ്പോൾ ഞാൻ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബൈ.